എറണാകുളത്തുള്ള മുഹമ്മദ് ഷിയാസ് കേരളത്തിലെ ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും ഒരു താക്കീതാണ്. ഇനി അതിൽ നിന്നും കൂടുതലായിട്ട് നമ്മൾ വർഗീയവാദിയായ ഞാൻ പറയുന്ന ഭാഷയിൽ പക്കാ വർഗീയവാദിയാണ് ഞാൻ. എന്നെ നിങ്ങൾ വർഗീയവാദി എന്ന് പറയണം. ഞാൻ ഈ നഗ്നസത്യങ്ങൾ വിളിച്ച് പറയുന്നവനാണ്. ഞാൻ ഒരു വിദ്വേഷ പ്രസംഗകനാണ്. ഞാൻ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കുന്നവനാണ്. ഞാൻ ഇതിൻ്റെ ആഴത്തിലേക്ക് വരുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്കും ഒരു താക്കീതെന്ന് പറയുമ്പോഴും ഞാൻ പറയുന്ന വിഷയം, ഞാൻ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് അപ്രിയ സത്യങ്ങളാണ്. അത് നിങ്ങൾക്ക് പ്രിയമല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട. അപ്രിയ സത്യം ഞാൻ എന്നും വിളിച്ച് പറഞ്ഞിരിക്കും. സത്യമായിരിക്കും നിങ്ങളോട് വിളിച്ച് പറയുന്നത്. ഈ താക്കീത് അവിടെ നിന്നും താഴേക്ക് ചിന്തിക്കുമ്പോൾ ക്രൈസ്തവനുള്ള താക്കീതാണ്. ഇനി അതിൽ നിന്നും താഴേക്ക് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ലത്തീൻ കത്തോലിക്കനുള്ള വ്യക്തമായ താക്കീതാണ്. നിങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള താക്കീത്. ലത്തീൻ കത്തോലിക്ക സഭയ്ക്കുള്ള വ്യക്തമായ താക്കീതാണ് എറണാകുളം DCC പ്രസിഡൻറ്റ് മുഹമ്മദ് ഷിയാസ്. അത് നിങ്ങളേത് മതേതരത്വത്തിൻ്റെ താഴെ കൊണ്ട് ഒളിപ്പിച്ചാലും, ഏത് ചാക്കിൻ്റെ കാർപ്പറ്റിൻ്റെ അണ്ടറിൽ ഒളിപ്പിച്ചാലും നിങ്ങൾക്കുള്ള താക്കീത് വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഇറങ്ങി വരുന്ന നിൻ്റെയൊക്കെ കട ചേർത്ത് വെട്ടാനുള്ള താക്കീതാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മുനമ്പത്ത് വായു. വഖഫ് ബോർഡിനെ പറ്റി ഞാനാണ് ആ വിഷയം കൊണ്ടുവന്നത്. അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കും. ഞാൻ അത് പറഞ്ഞ് ഞാനാണ് അവിടെ ആദ്യമായിട്ടൊരു ക്യാമറയും കൊണ്ട് പോയിട്ട് ആ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇന്ന് നിങ്ങൾ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ആ ഭിന്നിപ്പിനെ പറ്റി പറയുന്നില്ല, കാരണം അവർ സംഘടിച്ച് നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഒരു വേളങ്കണ്ണി പള്ളി മാതാപ്പ് മുറ്റത്ത് നടന്നിരുന്ന സാധനം, ആ നിരാഹാരം ഒരു 100-300 ദിവസം എത്തുന്നതിന് മുമ്പ് അതിൻ്റെ നേരെ പള്ളിക്ക് നേരെ എതിരെയുള്ള ഭാഗത്തേക്ക് അവിടെയും ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ താക്കീത് ലത്തീൻ സഭ, ലത്തീന മുക്കുവ വിഭാഗം, അതല്ലെങ്കിൽ മത്സ്യബന്ധനം എന്ന ജീവിത മാർഗത്തിലൂടെ ജീവിച്ചു പോകുന്ന ഒരു 600 കുടുംബങ്ങളോൾക്കുള്ള താക്കീത്. അതിൽ SNDP ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിംസ് 1-2 കുടുംബങ്ങളൊക്കെ കാണുള്ളൂ. ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടവർ, അവരുടെ വീടിൻ്റെ അവരുടെ ജീവിതമാർഗം. എന്നിട്ട് ഇസ്ലാമിക ശക്തികൾ പറഞ്ഞത് അത് അവിടെ ബാറൊക്കെയാണ് നടത്തുന്നത്. അവരുടെ സ്വന്തം നാട്, അവർ ബാർ നടത്തിയാൽ എന്താ, നിങ്ങളുടെ എല്ലാ നാട്. ആ നാട് തിരുവിതാംകൂർ രാജകുടുംബം കൊടുത്തതാണ് ഇത് കോളേജ് നടത്താൻ ഇസ്ലാമിക വിഭാഗങ്ങൾക്ക്. ഇനിയിപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കണം. ഈ മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ സീറ്റ് ഉറപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. മുഹമ്മദ് ഷിയാസ് മുതലുള്ള ഷിയാസുമാരും അൻവർ സാദത്തുമാരും ഷാഫി പറമ്പിൽമാരും ഇടിച്ചു കയറി തെക്കോട്ട് വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പൈതൃകം ഏറ്റെടുക്കുമ്പോൾ മറ്റു മതസ്ഥർ ഇത് നിങ്ങളുടെ അവസാനത്തെ ഇലക്ഷനാണ്, ഇത് നിങ്ങളുടെ അവസാനത്തെ സ്വാതന്ത്ര്യത്തോടുള്ള, ഇപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ അധിനിവേശം എന്താണെന്നും മുസ്ലിം വിഭാഗത്തിന് ഏത് ഭരണം വന്നാലും, അതിപ്പോൾ ജലീൽ ഇപ്പോഴത്തെ ഇടതുപക്ഷം നിന്നിട്ടാണെങ്കിൽ പോലും അവർ നേടിയെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നോടിപ്പോൾ ഇതിൽ കമൻറ്റ് സെക്ഷനിൽ ഏതൊരു വ്യക്തി നീ വർഗീയവാദം പറയൽ നിർത്തിയോ, വർഗീയവാദി എന്ന് ഇതിനെ പറഞ്ഞ് ഞാൻ സത്യം പറയുന്നതിനെ വർഗീയവാദം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ ഉള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയായ മുസ്ലിം ലീഗ്, പാകിസ്ഥാൻ്റെ കൊടിയും പിടിച്ച് നടക്കുന്ന മുസ്ലിം ലീഗ് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. സ്വാധീനം ഏറ്റവും കോൺഗ്രസിനേക്കാളും ഇടതുപക്ഷത്തിനേക്കാളും കമ്മ്യൂണിസ്റ്റിനേക്കാളും BJPയേക്കാളും സ്വാധീനം മുസ്ലിം ലീഗിൽ നിന്ന് കാരണം സംഘടിത ശക്തിയായതുകൊണ്ട്. ഒപ്പം തന്നെ അവർ വളർന്നു വരുന്നു. രാഷ്ട്രീയത്തിലും വ്യവസായത്തിലും ഇന്ന് എല്ലാ വാണിജ്യകാര്യ പ്രവൃത്തികളും തൃശ്ശൂരിൽ നിന്നിട്ട് ഇറങ്ങി വരുന്നത്. ഈ മുസ്ലിം ലീഗ് അവരുടെ പാർട്ടിയിൽ എത്ര മതേതര ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളും സ്ഥാനാർത്ഥിയായിട്ട് നിർത്തും? കാണിച്ചതായോ? മലപ്പുറത്തും കണ്ണൂരും കോഴിക്കോടും നിങ്ങൾ കാണിച്ചതായോ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും? ഞാൻ പറയുന്നത് ഒരു 30%, ഒരു 40% മിനിമം നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. നിങ്ങൾ മതേതര പാർട്ടിയല്ലേ. 40% കേരളത്തിൻ്റെ ഭൂരിപക്ഷമായ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനായ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾക്ക് നിർത്താൻ സാധിക്കുമോ? എത്രമാത്രം മതേതരത്വമുണ്ട്, സ്നേഹമൊക്കെ എന്ന് പറഞ്ഞാൽ കാപ്പട്ടിയാണ്. ഞാൻ ഇരുന്ന് തുറന്ന് നിങ്ങളോട് പറയും. ഞാൻ കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ നിങ്ങളോട് വിളിച്ച് പറയും.
ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങളിപ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഭൂരിപക്ഷമാണ് ഹിന്ദു ക്രിസ്ത്യാനി ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ. ആ ഒരു വിഭാഗം എത്ര പ്രാവശ്യം ഞാൻ കേട്ടിരിക്കുന്നറിയോ? അതായത് ഒരു മുസ്ലിം സഹോദരൻ അതല്ലെങ്കിൽ പ്രത്യേക സമുദായക്കാരൻ, പ്രത്യേക സമുദായക്കാരൻ, ഒരു പ്രത്യേക സമുദായക്കാർ ഇല്ലാത്ത വേളയിൽ 95% ഈ മതേതരത്വം പറയുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും പറഞ്ഞിട്ടുണ്ട്, ലവന്മാരെ സൂക്ഷിക്കണം കേട്ടോ. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാ കാര്യത്തിലും ലവന്മാരെ കാരണം അവർ അതിൻ്റെ അർത്ഥം നമ്മുടെയൊക്കെ ചങ്കായ മുസ്ലിം സഹോദരങ്ങൾ കള്ളന്മാരാണെന്നല്ല. ഞാനിത് തുറന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇന്നും ഏറ്റവും നല്ല മുസ്ലിം സഹോദരങ്ങളുണ്ട്. നിങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പുറത്ത് വിളിച്ച് പറയും. ഞാൻ ഈ വീഡിയോടൊപ്പം മറ്റൊരു കാര്യം കൂടി നിങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കട്ടെ. ഇപ്പോൾ കേരളത്തിൻ്റെ ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വരുന്ന ആ ഒരു ഭൂരിപക്ഷ വിഭാഗം, ഇതിലൊട്ടനവധി ആൾക്കാർ ഒരു പ്രത്യേക സമുദായത്തെക്കുറിച്ച് ആ സമുദായത്തിലെ വ്യക്തികളില്ലാത്ത വേളയിൽ നിങ്ങളോട് വ്യക്തിപരമായിട്ടോ സംഘടിതമായിട്ടോ കൂട്ടുകാരോ ഉള്ള സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. നിങ്ങൾ എത്ര നുണ പറഞ്ഞാലും നിങ്ങൾ കേട്ടിട്ടുള്ള പദമാണ് അവരെ സൂക്ഷിക്കണം കേട്ടോ എന്ന്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവസ്ഥരാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാം ആ പ്രത്യേക സമുദായത്തിലുള്ള വ്യക്തികൾ വ്യക്തിപരമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ളത് ആ വിഭാഗത്തിൽപ്പെട്ടവർ നല്ല സുഹൃത്തുക്കളുണ്ട്. തുറന്നു പറയാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അവരോട് തുറന്നു പറയാറുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു ആത്മാർത്ഥമായ സൗഹൃദം ഞാനുമായിട്ട് വീണ്ടും വെക്കുന്നത്. ഞാൻ ഇപ്പോൾ അവരൊന്നും ഇത് ചെയ്യാൻ, അവരൊക്കെ നമ്മുടെ ചങ്കുകൾ തന്നെയാണ്, എന്നും സുഹൃത്തുക്കളാണ്, ഞാൻ തുറന്ന് സംവാദം നടത്തുന്നവരാണ്. എന്നാൽ ഈ പ്രത്യേകമായിട്ടുള്ള ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ പറയുന്നത് ഞാൻ 95% ജനങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സത്യം വിളിച്ച് പറയുന്നത് ഞാൻ ഒരു വർഗീയവാദിയായിട്ട് അറിയപ്പെടാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗകൻ എന്നൊക്കെ പേര് നിങ്ങൾ എന്നെ വിളിച്ചോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആ ഒരു സത്യം നിങ്ങളോട് വിളിച്ച് പറയാം. ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളെ ഇതിൽ കേൾക്കാത്ത ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇല്ല. ആ പ്രത്യേക വിഭാഗക്കാരെ സൂക്ഷിക്കണം, അവർ ചതിക്കും, അവർ പറ്റിക്കും, അവർ ലവ് ജിഹാദ് നടത്തും എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ മേലെ മതേതരത്വം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അവൻ തന്നെ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഏതാണ്ടൊക്കെ പോലെ ഇവൻ്റെ സത്യസന്ധതയെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ധൈര്യമില്ലാഞ്ഞിട്ടായിരിക്കാം, ഭയം ഒരു പ്രത്യേക ഘടകമാണ്. കാരണം ഈ വിഭാഗം അങ്ങനെയുള്ള കൈവെട്ടലുകൾ സംഘടിതമായിട്ട്, അവർ ഭീരുക്കളാണ്. മോഡിയെ പോലെയുള്ള ആൾക്കാർ വന്നാൽ ഭീരുക്കൾ, പക്ഷെ അവർ സംഘടിതമായിട്ട് വന്നിട്ട് ഒരു ജോസഫ് മാരുടെ കൈവെട്ടി ആ ഭീതി ജനങ്ങളിലേക്ക് നയിക്കാനായിട്ട് ഈ വിഭാഗത്തിന് പ്രത്യേകമായിട്ട് ഇതുണ്ട്, ആ ഭയം മൂലം. എന്നാൽ ആ ഭയം വോട്ടിങ് ചെയ്യുന്നിടത്ത് പോലും കാണിക്കുന്നവർ അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ മനസ്സ് ചിന്തിക്കാനായിട്ടുള്ള കഴിവ്. ഹിന്ദുവിനും ക്രിസ്ത്യാനിയും ഇലക്ഷൻ വിളിച്ച് വരുമ്പോൾ അവരുടെയൊക്കെ ഒരു ഇത് ഉണർന്ന് വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ മതേതരത്വത്തെക്കുറിച്ച് വീണ്ടും വരുമ്പോൾ ഷിയാസ് എന്ന താക്കീതിനെ പറ്റി പറയുമ്പോഴും ഞാൻ ചോദിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയായ മുസ്ലിം ലീഗ്, പാകിസ്ഥാൻ്റെ കൊടിയുമായി നടക്കുന്ന മുസ്ലിം ലീഗിന് ഒരു 40%, വേണമെങ്കിൽ നിങ്ങൾക്ക് 50% കൊടുക്കാം. കാരണം കേരളത്തിൻ്റെ ക്രോസ് സെക്ഷനിൽ ഇപ്പോഴും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഭൂരിപക്ഷമാണ്. കൊടുക്കാൻ സാധിക്കുമോ? സീറ്റ് കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ മുസ്ലിം ലീഗ് ഒരു രാമൻ, UC രാമനെ പേരിന് വേണ്ടി അത് സംവരണം ഇതായതുകൊണ്ട് UC രാമന് സീറ്റ് കൊടുക്കാറുണ്ടായിരുന്നു പണ്ടങ്ങാണ്ട്. ഇപ്പോൾ അതും പോലും ഇല്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ മാറ്റിമറിച്ചു അവർ, അട്ടിമറിച്ചു. പുതിയ തലമുറ കാണാൻ പോകുന്നത് ഈ മതേതരത്വം ഇതാണ്. കാപ്പട്യത്തിൽ നിറഞ്ഞ ആ ഒരു അപ്രിയ സത്യങ്ങൾ പറയുന്ന എന്നെയൊക്കെ ഒരു മതേതരവാദി ഇത് തീവ്രവാദിയാക്കിയിട്ടാണ് അവർ കാണിക്കുക. അപ്പോൾ ഇത്തവണ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വെല്ലുവിളി, കോൺഗ്രസും ഇതിൽ ഭാഗമാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവന് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നതിന് തുല്യമാട്ടാ. അത് ഞാൻ പറയട്ടെ, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പം ക്രൈസ്തവ വിഭാഗത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, എന്നാലും ഹിന്ദു ഉണർന്നിട്ടില്ല. ശശികല ടീച്ചറൊക്കെ ഒന്നും പറയുന്നതാണ്, ഹിന്ദു ഉണർന്നിട്ടില്ല. ഹിന്ദു ഇപ്പോഴും വേറെ എവിടെയെങ്കിലും കുത്താനായിട്ട് ചിന്തിച്ച് മതേതരവാദമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ക്രൈസ്തവ വിഭാഗത്തിൽ നമ്മളിപ്പോൾ ചെറിയ തോതിലുള്ള മാറ്റങ്ങളാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ BJPക്ക് വലിയ സീറ്റ് ഇതൊന്നും ശതമാനക്കണക്കിന്, പക്ഷേ രാജീവ് ചന്ദ്രശേഖർ, സാബു ജേക്കബൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ശ്രമിക്കുന്നത് ഒരു 30%, 35% അല്ലെങ്കിൽ 40% ക്രൈസ്തവ വോട്ട് BJPയിലേക്ക് എങ്ങാനും മാറിയാൽ, 30% മാറിയാൽ മതി. ബാക്കി ഇടതുപക്ഷവും വലതുപക്ഷവും വീതിച്ചെടുക്കും, UDFും വീതിച്ചെടുക്കും.
25-30% ക്രൈസ്തവ വോട്ട് മാറിക്കഴിഞ്ഞാൽ സീറ്റുകളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം വലിയൊരു മാറ്റമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ബുദ്ധിപരമായിട്ട് ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ, കാരണം അടുത്ത് വരുമ്പോൾ പറഞ്ഞാലാണ് ചെറിയ ബുദ്ധിയിലുള്ള ക്രൈസ്തവനും ഹിന്ദുവിൻ്റെയൊക്കെ ഉണരുള്ളൂ. ശശികല ടീച്ചറൊന്നും സംസാരിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറയും ടീച്ചറെ. ഒന്ന് ഉണർന്നാലേ നിങ്ങളിൽ ആ ഒരു ഒരു പ്രതി തടഞ്ഞു നിർത്താൻ പറ്റുള്ളൂ. ഈ ശക്തി ആഞ്ഞു വരാണ് വടക്ക് നിന്ന്. അതിനെ തടഞ്ഞു നിർത്തണമെങ്കിൽ ഒന്ന് ഉണരേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഈ താക്കീതുകൾ നിങ്ങൾക്ക് ഇപ്പം നൽകുന്നത്. ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഞാൻ വീണ്ടും താക്കീത് നൽകുന്നതായിരിക്കും.